ഒരു ദിവസം മുഴുവൻ പുറത്ത് വെച്ചിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ചപ്പാത്തി, അതും ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതിനകത്തേക്ക് മൊത്തം നമ്മളിവിടെ എടുക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ചോറിലേക്ക് ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ബാക്കി 1/2 കപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 1 കപ്പ് ചോറിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൈ വെച്ച് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വലിയ മിക്സിയുടെ ജാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചോറ് ചേർത്തതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒന്നിച്ചിട്ടിട്ടും കുഴച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബോളാക്കി എടുത്ത് പൊടി തൂവി പരത്തിയെടുക്കാം. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയും സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി കിട്ടുന്ന ചപ്പാത്തിയാണ് നമുക്ക് ചോറ് ചേർത്തിട്ട് ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് പിറ്റേ ദിവസം വരെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ചോറ് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലതായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൊങ്ങി കിട്ടില്ല ഈ ഒരു ചപ്പാത്തി. അപ്പോൾ അതാ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ചൂടായിട്ടുള്ള ഫ്രൈ പാനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ബബിൾസ് വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നന്നായി വീർത്ത് തന്നെ വരും കേട്ടോ ചപ്പാത്തി. ചോറ് ചേർത്ത് തയ്യാറാക്കിയ ചപ്പാത്തിയാണെന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേയില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക്